ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ ആർ കിരൺ ബാബുവാണ്. കിരൺ, ഈ LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് വ്യക്തമാണ്, ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് സിറ്റിംഗ് MP-മാർ മത്സരിക്കണം. അതിൽ ആലപ്പുഴയിലും കണ്ണൂരിലും മാറ്റം. ആലപ്പുഴയിൽ നിലവിൽ സിറ്റിംഗ് MP അല്ല, അങ്ങനെ ആലപ്പുഴയിൽ അതോടൊപ്പം തന്നെ കണ്ണൂരിൽ ആണ് മാറ്റങ്ങൾക്ക് സാധ്യതയെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് നഷ്ടമായ ഏക മണ്ഡലമായ ആലപ്പുഴയിൽ ഇത്തവണ എന്തു പരീക്ഷണത്തിന് ആണ് UDF തയ്യാറെടുക്കുന്നത്? അഭിലാഷ്, സാധാരണഗതിയിൽ UDFന് വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കാരണം UDFന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളാണ്. അഭിലാഷ് പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം, കണ്ണൂരിൽ K. സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. എന്തായാലും KPCC അധ്യക്ഷ സ്ഥാനവും കണ്ണൂരിലെ മത്സരവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ അനുവദിക്കില്ല. അതുകൊണ്ട് അവിടെ പുതിയൊരു സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുണ്ട്. ആലപ്പുഴയിൽ ആര് മത്സരിക്കണം എന്നുള്ള തീരുമാനത്തിൽ ആലപ്പുഴയെ തിരിച്ചുപിടിക്കാൻ കഴിയണമെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് മുന്നിലുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. കാരണം പക്ഷേ KC വേണുഗോപാൽ മത്സരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രവർത്തകരുടെ ഒരു പൊതുവികാരവും കഴിഞ്ഞ തവണ KC വേണുഗോപാൽ മാറി നിന്നതുകൊണ്ടാണ് ആലപ്പുഴ നഷ്ടമായതെന്നൊരു വികാരം കോൺഗ്രസിനകത്തുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ കോൺഗ്രസുമായി അത്തരത്തിലേക്കുള്ള ബന്ധം, ദൈനംദിന ബന്ധമൊന്നും KC വേണുഗോപാൽ വെക്കുന്നില്ല. അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുകയാണ്. സംഘടനാകാര്യ ചുമതല കൂടിയാണ്. ദേശീയ തലത്തിലുള്ള വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ ആരെ കൊണ്ടുവരണം? ആലപ്പുഴയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിട്ട് KC വേണുഗോപാൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടർന്നു വന്നിരുന്ന ഒരു സമവാക്യം, ആ സമവാക്യം, സാമുദായിക സമവാക്യം, അത് തെറ്റും എന്നുള്ളതാണ്. മുസ്ലിം പ്രാതിനിധ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഇല്ലാതെയാവും എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത് ആലപ്പുഴ പക്ഷേ തിരിച്ചുപിടിക്കാൻ കഴിയണമെങ്കിൽ അവിടെ ഷാനിമോൾ ഉസ്മാൻ ഒരിക്കൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. അവിടെ AM ആരിഫിനോട് കേരളം മുഴുവൻ UDF തരംഗം ആഞ്ഞു വീശിയപ്പോൾ പോലും അന്ന് അവിടെ വിജയിക്കാൻ ഷാനിമോൾ ഉസ്മാന് കഴിഞ്ഞില്ല. അവിടെ 7 മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ 5 മണ്ഡലങ്ങളും ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്, നേരിയ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് ഷാനിമോൾ ഉസ്മാന് തന്നെയാണ്. പക്ഷേ അവിടെ ചേർത്തലയിൽ നിന്ന് ലഭിച്ച 16,800 ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷം, 175 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അന്ന് കായംകുളത്ത് മാത്രമാണ് ഒരു 4,000 ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. ചേർത്തലയിൽ ഈ 16,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും, ഈ അരൂരായാലും ആലപ്പുഴയായാലും അമ്പലപ്പുഴയായാലും ഹരിപ്പാടായാലും കരുനാഗപ്പള്ളിയായാലും ഇവിടെ എല്ലാം തന്നെ വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചത് ഷാനിമോൾ ഉസ്മാനായിരുന്നു. പക്ഷേ അവിടെ ആകപ്പാട് ഈ ഹരിപ്പാടും കരുനാഗപ്പള്ളിയും മാത്രമാണ് ഒരു 4,000, 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചത്. ബാക്കിയുള്ള സ്ഥലത്ത് 69, 169 ആ മട്ടിലൊക്കെ ആയിരുന്നു, നേരിയ ഭൂരിപക്ഷം മാത്രമായിരുന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വീണ്ടും അവിടെ ആരിഫ് രാജിവെച്ച അരൂരിൽ മത്സരിച്ച് ജയിക്കുന്നു. പക്ഷേ വീണ്ടും 2021 മത്സരിച്ചപ്പോൾ അവിടെ വീണ്ടും പരാജയപ്പെടുന്നു. അങ്ങനെ ഷാനിമോൾ ഉസ്മാനെ വീണ്ടും അവിടെ ഇറക്കുന്നതിൽ അല്ലെങ്കിൽ ജയസാധ്യത സംബന്ധിച്ച് കോൺഗ്രസിന് സംശയമുള്ള ഘട്ടത്തിലാണ് KC വേണുഗോപാലിനെ പോലെ ഒരു നേതാവിനെ തന്നെ അവർക്ക് ഇറക്കണം ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ. പക്ഷേ KC വേണുഗോപാൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കഴിഞ്ഞ തവണ തന്നെ, നേരത്തെയൊക്കെ ഉള്ള തവണയിലെല്ലാം കോൺഗ്രസിനെ അയച്ച് 2 മുസ്ലിം കാൻഡിഡേറ്റ്സ് ആണ് കോൺഗ്രസിന് മത്സരിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ MA ഷാനവാസ് 2004 അത് MA ഷാനവാസും NA മുഹമ്മദുമായിരുന്നു. കാസർഗോഡ് മത്സരത്തിൽ NA മുഹമ്മദും ചിറയൻകീഴിൽ MA ഷാനവാസുമായിരുന്നു. രണ്ടുപേരും പരാജയപ്പെട്ടു. 2009 എത്തുമ്പോൾ 2009 മത്സരിച്ചത് ഒന്ന് ഷാഹിദ കമാലും MA ഷാനവാസുമായിരുന്നു. അന്നും ഇതുപോലെ ഷാഹിദ കമാൽ, കൊല്ലംകാരിയായ ഷാഹിദ കമാലിനെ കാസർഗോഡേക്ക് കൊണ്ടുപോയി മത്സരിപ്പിക്കുകയാണ്. കാസർഗോഡ് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തന പശ്ചാത്തലമോ അല്ലെങ്കിൽ അങ്ങനെ കാസർഗോഡുകാർക്ക് തന്നെ പരിചിതമായ ഒരാൾ അല്ല. ഷാഹിദ കമാൽ പോലും അന്ന് വിശ്വസിച്ചു കാണില്ല. ഇപ്പോൾ LDFന്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന ഷാഹിദ കമാൽ പോലും അന്ന് വിശ്വസിച്ചില്ല ലോക്സഭയിലേക്കൊക്കെ തന്റെ പേര് പരിഗണിക്കുമെന്നുള്ളത്. പക്ഷെ ഒരു മുസ്ലിം വേണം, ഒരു വനിത വേണം, ആ ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് അന്ന് ഷാഹിദ കമാൽ വന്നത്. അതിന് അടുത്ത തവണയാണ് കാസർഗോഡ് T. സിദ്ദിഖ് മത്സരിക്കുന്നു, MA ഷാനവാസ് വയനാട് മത്സരിക്കുന്നു. അങ്ങനെ MA ഷാനവാസ് ജയിക്കുന്നു, T. സിദ്ദിഖ് പരാജയപ്പെടുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ ഒരു പ്രശ്നം തന്നെയാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ വയനാട്ടിലേക്ക് T. സിദ്ദിഖിന്റെ പേരായിരുന്നു പരിഗണിച്ചിരുന്നത്. വയനാട് T. സിദ്ദിഖും ചുവരെഴുത്തും ഫ്ലക്സും ഒക്കെ പതിച്ചതാണ്. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ. അപ്പോൾ 2 മുസ്ലിം കാൻഡിഡേറ്റ് എന്നുള്ളത് ഏറെക്കുറെ അവിടെയാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത്. പലപ്പോഴും ഈ രാഹുൽ ഗാന്ധി വരുന്നതൊക്കെ ചില സൂചനയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ഫൈനൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ അവസാനം വാക്ക് കിട്ടാതെ കേരളത്തിൽ ഒരു നേതാവിനും കഴിയില്ല. അതുകൊണ്ട് ആ സീറ്റിലേക്ക് അവസാനം മാറ്റം വരുന്നു. അവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഫലത്തിൽ മുസ്ലിം പ്രാതിനിധ്യം 1 മാത്രമായി കോൺഗ്രസിന്. ആ കോൺഗ്രസിന് ഒരു മുസ്ലിം പ്രാതിനിധ്യം മാത്രമായപ്പോൾ പറ്റിയ അവസ്ഥ എന്താണ്? ആ ഒരു മുസ്ലിം പരാജയപ്പെടുകയും ചെയ്തു. ഇത്തവണ ആ പരാജയപ്പെട്ട സീറ്റിലേക്ക് KC വേണുഗോപാലിനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ സീറ്റ് പിടിക്കാൻ കോൺഗ്രസിന് ചിലപ്പോൾ വലിയ സാധ്യതകളുള്ളതാണ്. കാരണം KC വേണുഗോപാൽ 2 തവണ
അവിടെ ആലപ്പുഴയുടെ MLA ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം രാജിവെച്ചിട്ട് അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് 2014 അദ്ദേഹം 2009 അദ്ദേഹം വരുന്നത്. അതിനുശേഷം 2014 അദ്ദേഹം 2 തവണയും വിജയം ആവർത്തിക്കുകയായിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് KC വേണുഗോപാൽ കഴിഞ്ഞ തവണയും മത്സരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ KC വേണുഗോപാൽ മാറി മണ്ഡലം കയ്യിൽ നിന്ന് ഈ വലിയ UDF കൊടുങ്കാറ്റിലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഇത്തവണ മടങ്ങി വരേണ്ടത് KC വേണുഗോപാലിനെ സംബന്ധിച്ചും ഇതൊരു സമ്മർദ്ദമുണ്ട്. KC വേണുഗോപാൽ കഴിഞ്ഞ തവണ മത്സരിക്കാതെ മാറുന്നത് കൊണ്ട് സീറ്റ് നഷ്ടപ്പെടുത്തിയെന്ന സമ്മർദ്ദം KC വേണുഗോപാലിന് മുന്നിലുണ്ട്. അവിടെ പക്ഷേ കോൺഗ്രസിന് ഈ പറയുന്നത് പോലത്തുള്ള പല തടസ്സങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായും നമുക്ക് അത്തരം കാര്യങ്ങളാണ് ഇനി വിശദമായി പരിശോധിക്കേണ്ടത്. അതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാൽ മത്സരിക്കുമോ എന്ന സംശയം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ സൂചന നൽകുന്നത് മറ്റാരുമല്ല, ഇപ്പോൾ KC വേണുഗോപാൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ആ സൂചനയുണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കേട്ടതിന് ശേഷം തിരികെ എത്താം. ഞാനത് ബഹുമാനിക്കുന്നതാണ്. പ്രവർത്തകരുടെ വികാരം മാനിച്ചു നിൽക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് ഞാൻ. അവരുടെ മാനസികാവസ്ഥയുള്ള ഒരാളാണ്. പാർട്ടി തീരുമാനമില്ലാതെ എങ്ങനെ ഞാൻ മത്സരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റും. രാഹുൽ ഗാന്ധിയെ കുറിച്ച് നിങ്ങൾ ചോദിച്ചത് പോലെ തന്നെ ഇതെല്ലാ തീരുമാനങ്ങളും പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് എടുക്കുന്നത്. അവരെല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുക. ആ തീരുമാനിക്കുന്ന ഏത് തീരുമാനമാണോ ആ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അതനുസരിച്ച് പ്രവർത്തിക്കും. റൈറ്റ്, KCയുടെ തൊട്ടു ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമുണ്ട്. എന്തായാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് KC വേണുഗോപാൽ നൽകുന്ന മറുപടി അതാണ്. പ്രവർത്തകരുടെ വികാരമടക്കം മാനിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ പ്രവർത്തകരെക്കാൾ സംഘടനാ നേതൃത്വമാണ് ഇതിൽ അന്തിമമായി തീരുമാനം എടുക്കേണ്ടത്. ഒപ്പം KCയുടെ സന്നദ്ധതയും പ്രധാനപ്പെട്ടതായി മാറുന്നു. അഭിലാഷ്, അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം KC വേണുഗോപാൽ കേരളത്തിലെ മത്സരത്തിൽ നിന്ന് കഴിഞ്ഞ തവണ മാറി നിന്നപ്പോൾ സ്വാഭാവികമായും ഒരു തരത്തിൽ പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ രാഹുൽ ഗാന്ധി അമേഠിയിലും ജയിക്കുന്നു, വയനാട്ടിലും ജയിക്കുന്നു. ചിലപ്പോൾ അങ്ങനെ ആവാം, നമ്മൾ ഊഹിക്കുന്നതാണ്. വയനാട്ടിലും ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും വയനാട് സീറ്റിൽ നിന്ന് രാഹുൽ ഗാന്ധി രാജിവെക്കുകയും അമേഠി സ്വീകരിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ വയനാട് സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെയൊക്കെ മത്സരിക്കാനുള്ള സാധ്യതയൊക്കെ KC വേണുഗോപാലിന് മുന്നിലുണ്ടായിരുന്നു. അന്നും ഇതുപോലെ തന്നെ ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ഈ സംഘടനാ ചുമതല ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലായിടത്തും ഓടി നടക്കേണ്ട ഒരാൾ ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയാൽ സ്വാഭാവികമായും അവസാന ഘട്ടത്തിൽ മുഴുവൻ ആ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിക്കേണ്ടി വരും. അല്ലാതെ കേരളം പോലൊരു സ്ഥലത്ത് അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും വന്ന് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ വയനാട്ടിൽ അത് രാഹുൽ ഗാന്ധിക്ക് നൽകുന്ന ഒരു ഇളവ് KC വേണുഗോപാലിനോ മറ്റൊരു നേതാവിനോ കേരളം നൽകില്ല. അപ്പോൾ പൂർണ്ണമായും ആ മണ്ഡലത്തിൽ തന്നെ നിന്ന് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വരും. ആലപ്പുഴ എന്ന് പറയുന്ന അങ്ങനെ ഒരു 100% ഉറപ്പുള്ള ഒരു മണ്ഡലമൊന്നുമല്ല. KC വേണുഗോപാൽ അതിന് മുമ്പ് 2 തവണ വിജയിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നതൊന്നും വലിയ ഭൂരിപക്ഷം ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം 2009 57,635 വോട്ടിനാണ് KS മനോജിനെ പരാജയപ്പെടുന്നത്. KS മനോജിനെ ഇതുപോലെ CPM-ന്റെ ഒരു പരീക്ഷണമായിരുന്നു KS മനോജ്. അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് എത്തി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചു എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയത്തിലെ ഒരു തമാശ എന്ന് വേണമെങ്കിൽ കൂടി പറയാം. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയം തന്നെ വിട്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. പിന്നീടാണ് അങ്ങനെ പരിചിതനായ ഒരു സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ല. പക്ഷെ അവിടുത്തെ ഒരു സാമുദായിക ഇക്വേഷൻ വെച്ചിട്ട് ഈ നമ്മൾ എപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ ഇലക്ഷൻ ചാനലിൽ തന്നെ ചില സാമുദായിക ഇക്വേഷൻ ഒക്കെ പറയുമ്പോൾ പലരും ചോദിക്കും അങ്ങനെ സാമുദായിക ഇക്വേഷൻ ഒക്കെ നോക്കിയാണോ എന്നുള്ള ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാറ്. പക്ഷെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും സാമുദായിക ഇക്വേഷൻ ഒന്നും ബാധിക്കില്ല. ആ സാമുദായിക ഇക്വേഷൻ അപ്പുറത്തേക്ക് സ്വാധീനമുള്ള ഒരു നേതാവാണ് മത്സരിക്കുന്നതെങ്കിൽ അവരെ സാമുദായിക ഇക്വേഷൻ ബാധിക്കും. പക്ഷെ അതൊക്കെ സ്വാധീനിക്കപ്പെടുന്നതും ചെറിയ വോട്ടിനൊക്കെ വ്യത്യാസത്തിലൊക്കെ വരുന്നത് അന്ന് KS മനോജ് ജയിക്കുന്ന തന്നെ VM സുധീരൻ ഒരു അപരൻ വരുന്നത്. അപരൻ VM സുധീരന്റെ ഭൂരിപക്ഷത്തെക്കാൾ 10,000-7,000 വോട്ട് അധികം പിടിക്കുകയും ഒക്കെ ചെയ്തു. മറ്റൊരു VM സുധീരൻ വന്ന് പിടിച്ചു.